ഹായ് ഓൾ. ഇന്ന് ഞാനൊരു ഫ്രൂട്ട് പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് മൂട്ടിപ്പഴം. കേൾക്കുമ്പോൾ ഒരു രസകരമായ പേരല്ലേ? എങ്കിൽ ഇതിന് പിന്നിൽ എനിക്കൊരു നല്ല സംരംഭകൻ്റെ കഥ പറയാനുണ്ട്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ കോളേജിൽ വെച്ചിട്ട് ഒരു കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് റെഡ് ഗ്രൂവ് ഫാംസ് നടത്തുന്ന ജെറിൻ എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്. ഇതാണ് കേട്ടോ ജെറിൻ. ഇവർ ചെയ്യുന്നത് മൂട്ടിപ്പഴത്തിൻ്റെ കൃഷിയും അതുപോലെ തന്നെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സുമാണ്. അപ്പോൾ ഒരു വെറൈറ്റി പരിപാടിയാണെന്ന് തോന്നിയിട്ട് ഞങ്ങൾ ജെറിനെ പോയി ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ജെറിനോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് ജെറിൻ, ഇടുക്കിന്ന് വരുന്നത്. നമുക്ക് മൂട്ടിപ്പഴത്തിന്റെ കൃഷിയും അതോടൊപ്പം തന്നെ അതിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് പരിപാടി. ഇത് മൂട്ടിപ്പഴത്തിന്റെ അച്ചാറാണ്, പെക്കോറിയ പിക്കിൾ. ഇത് അതിന്റെ വൈന്, സ്ക്വാഷ്. ഏകദേശം 30 വർഷത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പഴത്തിന്റെ ഫാമിംഗ് ആയിട്ട്. ഒരു 10,000-ഓളം ചെടികൾ കേരളത്തിൽ മൊത്തം നമ്മളിപ്പോൾ സെല് ചെയ്തിട്ടുണ്ട്. തൈ കൊടുക്കുമ്പോഴത്തേനും ഒന്ന് മെയിലും ഫീമെയിലും ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ തന്നെ ഒരു പഴത്തിൽ 2 പൾപ്പ് വരുന്നത്, ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആയിരിക്കും. അപ്പൊ ചില ഫ്രൂട്ടിനകത്ത് 3 പൾപ്പുണ്ട്, 4 പൾപ്പുണ്ട്. അപ്പൊ നമ്മൾ 2 പൾപ്പ് ഉള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ചെയ്തത് ഒരു 5-6 കൊല്ലമായിട്ട് ട്രൈ ചെയ്തിട്ട് ഇതാണ് സക്സസ് ആയിട്ട് വന്നേക്കുന്നത്. അതുകൂടാതെ തന്നെ ആൺമരത്തിന്റെ ബഡും പെൺമരത്തിന്റെ തന്നെയായിട്ട് ബഡും നമ്മുടെ നഴ്സറിയിലോട്ട് ലഭ്യമാണ്. അങ്ങനെ ജെറിൻ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി ട്രൈ ചെയ്യാമെന്ന് ഓർത്തിട്ട് എന്ത് വാങ്ങും എന്നിങ്ങനെ കുറേ തവണ ആലോചിച്ചിട്ട് അവസാനം നമ്മൾ മൂട്ടിപ്പഴത്തിൻ്റെ അച്ചാറൊന്ന് വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ നിങ്ങൾക്ക് മൂട്ടിപ്പഴത്തെ പറ്റിയിട്ടും അതിൻ്റെ കൃഷി രീതിയും മറ്റ് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും ഒക്കെ കൂടുതൽ അറിയണമെങ്കിൽ ജെറിനെയും റെഡ് ഗ്രൂവ് ഫാംസിനെയും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയ വ്ലോഗ്.